അപകടത്തിൽ പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടം അറിഞ്ഞോടിക്കൂടിയ നാട്ടുകാരാണ് യുവാക്കളെ ആശുപത്രിയിൽ എത്തിച്ചത്. എറണാകുളം വൈപ്പിനിൽ മത്സ്യത്തൊഴിലാളി കായലിൽ മുങ്ങി മരിച്ചു. വൈപ്പിൻ ചെറായി ബീച്ച് സ്വദേശി ഇന്ദു രാജാണ് മരിച്ചത്. മത്സ്യബന്ധനത്തിനിടെ കുടുങ്ങിക്കിടന്നിരുന്ന ആഫ്രിക്കൻ പായൽ മാറ്റുന്നതിനിടെ കലുങ്കിനടിയിൽപ്പെട്ടാണ് മരണം. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ വയോധികയുടെ 3.5 പവൻ മാല പൊട്ടിച്ചെടുത്ത കേസിൽ ഒരാൾ പിടിയിലായത് അരിക്കടമുക്ക് സ്വദേശി ഹാജ ഹുസൈൻ. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കോട്ടയം താഴത്തങ്ങാടിയിൽ ചാമ്പ്യൻസ് ബോട്ട് ലീഗ് ഫൈനൽ മത്സരം റദ്ദാക്കി. കുമരകം ടൗൺ ബോട്ട് ക്ലബിന്റെ പ്രതിഷേധത്തെ തുടർന്നാണ് നടപടി. മഴ കാരണം ഫിനിഷിംഗിന് മെച്ചപ്പെട്ട സമയം ലഭിച്ചില്ലെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം. തൃശൂർ വാഴച്ചാലിൽ ക്ലൈമറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. കാലാവസ്ഥാ പ്രതിസന്ധിയുടെ അതിരൂക്ഷമായ പ്രശ്നങ്ങൾ ഉയർത്തിയായിരുന്നു ഈ വർഷത്തെ മാർച്ച്. പീപ്പിൾസ് ക്ലൈമറ്റ് ആക്ഷൻ കേരളം, ചാലക്കുടി റിവർ പ്രൊട്ടക്ഷൻ ഫോറം എന്നീ കൂട്ടായ്മകളുടെ നേതൃത്വത്തിലാണ് മാർച്ച് സംഘടിപ്പിച്ചത്. കുറ്റിപ്പുറം ഉപജില്ലാ കലോത്സവത്തിൽ വിജയികളായ കുളമംഗലം AM LP സ്കൂളിലെ കുട്ടികൾക്ക് സ്വീകരണം നൽകി. അധ്യാപകരും നാട്ടുകാരും പരിപാടിയിൽ പങ്കാളികളായി. വൈക്കം ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് തുടക്കമായി. വൈക്കം MLA CK ആശ കലോത്സവം ഉദ്ഘാടനം ചെയ്തു. 69 സ്കൂളുകളിൽ നിന്നായി 4000-ഓളം വിദ്യാർത്ഥികൾ കലോത്സവത്തിൽ പങ്കെടുക്കും. ചങ്ങന്നൂരിൽ ശബരിമല തീർത്ഥാടകരുടെ സുരക്ഷയ്ക്കും ക്ഷേമത്തിനുമായി സേവന കേന്ദ്രമൊരുക്കി പോലീസ്. റെയിൽവേ സ്റ്റേഷനിൽ ഒരുക്കിയ സേവന കേന്ദ്രം ജില്ലാ പോലീസ് മേധാവി MP മോഹനചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം നെടുമങ്ങാട് ബാർ അസോസിയേഷനിലെ അഭിഭാഷകർക്ക് അംഗത്വ വിതരണം നടത്തി. കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് രാജ വിജയരാഘവൻ സർട്ടിഫിക്കറ്റുകൾ കൈമാറി. വന്ദേ ഭാരത് ട്രെയിനിൽ വിളമ്പിയ ഭക്ഷണത്തിൽ പ്രാണികളെ കിട്ടിയെന്ന് പരാതി. സാമ്പാറിൽ കറുത്ത പ്രാണികൾ പൊങ്ങിക്കിടക്കുന്ന ദൃശ്യങ്ങൾ യാത്രക്കാരൻ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചു. തിരുനെൽവേലിയിൽ നിന്ന് ചെന്നൈയിലേക്കുള്ള ട്രെയിനിലാണ് സംഭവം. കോയമ്പത്തൂരിൽ വെള്ളത്തൂവലുകളുള്ള അപൂർവ ഇനം മയിലിനെ പരിക്കേറ്റ നിലയിൽ കണ്ടെത്തി. വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ ചികിത്സ തുടങ്ങി. ഫിലിപ്പീൻസിൽ നാശം വിതച്ച് കൊടുങ്കാറ്റുകളുടെ പരമ്പര. ഈ മാസം മാത്രം രാജ്യത്തുണ്ടായത് 6 ചുഴലിക്കാറ്റുകളാണ്. ഇന്നലെ വീശിയടിച്ച പെപ്പിറ്റോ ചുഴലിക്കാറ്റിൽ കനത്ത മണ്ണിടിച്ചിലുണ്ടായി. മണിക്കൂറിൽ 195 കിലോമീറ്റർ വേഗത്തിലാണ് കാറ്റ് വീശിയത്. മലപ്പുറം വളാഞ്ചേരിയിൽ പ്രസ് ക്ലബ് അംഗങ്ങളുടെ വിവരങ്ങളടങ്ങിയ പ്രസ് കാർഡ് പ്രകാശനം ചെയ്തു. പ്രൊഫസർ AK ആബിദ് ഹുസൈൻ തങ്ങൾ MLA പ്രകാശനം നിർവഹിച്ചു. വളാഞ്ചേരി മുനിസിപ്പൽ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ പ്രസ് കാർഡ് ഏറ്റുവാങ്ങി.